ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഈ അടുത്തായിട്ട് ഞാൻ എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. 150 രൂപ കൊടുത്തിട്ടാണ് ഈ നൂലും സൂചിയും ഈ സ്ക്രൂവും അതിൻ്റെ ഫ്രെയിംസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം അത് വരയ്ക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു പണ്ടത്തെ ടീഷർട്ടാണേ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലാണ് ഞാൻ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ക്രോഷ്യ നമ്മൾ വിരാമം അടിഞ്ഞിട്ട് എംബ്രോയിഡറിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെല്ലാം യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള തുണിയിലേക്ക് കയറ്റുക, പിന്നെ ആ സ്ക്രൂ ഇട്ട് മുറുക്കുക, ഇഷ്ടമുള്ള എന്താ പറയുക പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുക. പക്ഷേ ഗായ്സ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു ആ അബദ്ധം. അബദ്ധം എന്നൊന്ന് പറയാൻ പറ്റില്ല, അറിയാണ്ട് പറ്റിയൊരു സംഭവമാണ്. പിന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. പക്ഷേ ഗായ്സ് ഈ എംബ്രോയിഡറി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല കഷ്ടപ്പാടുള്ളൊരു സംഭവമാണ്. ആ സൂചിയിലേക്ക് ആ നൂല് കയറ്റുന്നത് മുതൽ ആ കഷ്ടപ്പാട് തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എംബ്രോയിഡറി ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ഒരു ബ്ലാക്ക് തുണിയിൽ ഒരു എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ എംബ്രോയിഡറി താൽക്കാലികമായി ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ദാറ്റ്സ് എ ലോങ് ടൈം ടേക്കിംഗ് പ്രോസസ്. എനിക്കങ്ങനെ ക്രോഷ്യ ചെയ്യാനൊന്നും ഈ ലോങ് ടൈം പ്രോസസ്സ് ഒന്നും എടുക്കാറില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തന്നെ 2.5 മണിക്കൂർ എടുത്തിട്ടാണ്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഇത്രയും കുഞ്ഞ് ആൻഡ് ഈസി ആയിട്ടുള്ള ഡിസൈൻ ഞാൻ എടുത്തപ്പോൾ തന്നെ എന്താ പറയുക, ഇത്രയും മണിക്കൂർ എടുക്കുവാണെങ്കിൽ ഞാനൊരു ലോങ് ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര മാസം എടുക്കും. അങ്ങനെ ആലോചിച്ചിട്ടാണ് തൽക്കാലം എൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ഞാൻ നിർത്തി വെച്ചത്. എന്നാലും ഗൈസ് നിങ്ങൾ പറയൂ ഇതേപോലത്തെ എംബ്രോയിഡറി വീഡിയോസൊക്കെ വേണമെന്ന്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തിരിക്കും. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെമ്മും കൊണ്ടുള്ള ഒരു ഇതായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗായ്സ് ഇന്ന് ഞാൻ 3 പ്രാവശ്യം അയച്ച് കഴിഞ്ഞിട്ടാണ് ഇത്രയെങ്കിലും ചെയ്തെടുത്തത്. എൻ്റെ കൈ ഞാൻ പൊത്തിപ്പിടിച്ചേക്കുന്നത് എന്താണെന്നറിയാം, വെള്ളം കൊണ്ട് കണ്ടോ ഒരു ഓട്ട കണ്ടോ അവിടെ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ അഴിച്ച് പണിതെന്ന്. അപ്പോൾ അഴിച്ചപ്പോൾ ഞാൻ കത്രികയും കൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തപ്പോൾ ഷർട്ടിൽ കൂടെ ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സിലൊക്കെ ആദ്യമായിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. ഇനി സാരില്ല ഗൈസ്, പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം. ഒരു ഗ്രീൻ സ്റ്റെം വന്നിട്ട് അതിലൊരു ഡോട്ട് പോലെയായിരുന്നു എൻ്റെ പ്ലാൻ. ഡോട്ട് എല്ലാം കറക്റ്റായിട്ട് വന്നു, പക്ഷേ ആ സ്റ്റെമ്മ് അത്രയ്ക്ക് എനിക്ക് പിടിച്ചിട്ടില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങനെ ഒരാഴ്ചത്തേക്ക് വീഡിയോസൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കും കേട്ടോ. കാരണം ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റും കൂടെ ചെയ്തോ. ടാറ്റാ.